കണ്ണൂർ മാലൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ കൂട്ടിലേക്ക് മാറ്റി. വയനാട്ടിലേക്കാണ് പുലിയെ കൊണ്ടുപോവുക. സുമേഷ് മൊറാരിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുമേഷ്, പുലിയെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. നേരത്തെ പന്നിക്കണിയിൽ പുലി അകപ്പെട്ടു എന്നതായിരുന്നല്ലോ വിവരം. അഭിലാഷ്, ഏതായാലും വയനാട്ടിലേക്ക് ഇപ്പം പുലിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ ഇതുമായി അതിന്റെ ദൗത്യമൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് ഈ വയനാട്ടിലേക്ക് ഇപ്പോൾ പുലിയെ കൊണ്ടുപോയത്. ഈ വെറ്റിനറി സർജൻ ഡോക്ടർ ഏലിയാസ് റാവുത്തർ, കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ നിതിൻ രാജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നേതൃത്വം നൽകിയത്. ഈ 2 തവണയാണ് ഈ മയക്കുവെടി പുലിക്ക് വെക്കേണ്ടി വന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ പുലിയെ ഈ മയക്കുവെടി വെച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുക. മേലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ പറമ്പിലാണ് ഈ പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. അവിടെയുള്ള കേപ്പർ നഗർ സ്വദേശിയായിട്ടുള്ള രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഈ പുലിയെ ആദ്യം കാണുന്നത്. ഈ പശു കരയുന്നതിന് കേട്ടാണ് ഈ സംഭവം കാണുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഈ കാട്ടുപന്നിയുടെ ഈ രൂക്ഷമായ ഒരു ശല്യം ഉള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അങ്ങനെയാണ് ഈ കാട്ടുപന്നിയെ പിടികൂടുന്നതിന് വേണ്ടി അത്തരം ഒരു കെണി ഒരുക്കിയത്. ഇത് ആരാണ് കെണി ഒരുക്കിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അറിയില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇതുവഴി ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ പുലിയെ പിടികൂടി അല്പസമയത്തിന് മുമ്പ് ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അഭിലാഷ്. യെസ്, സുമേഷ് സൂചിപ്പിക്കുന്ന പോലെ കാട്ടുപന്നി ശല്യമുള്ളിടത്തൊക്കെ ഇങ്ങനെ കെണികൾ ഒരുക്കാറുണ്ട്. പക്ഷെ അത് നിയമവിരുദ്ധമാണ്. അത്തരം കെണിയിൽ ആണ് പുലി പെട്ടത്. അങ്ങനെ പെട്ട പുലിയെ ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റി അതിനുശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.